മാടായി കോളേജിലെ നിയമന പ്രശ്നത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഡിസിസി ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് രാജിക്കൊരുങ്ങി. കല്യാശ്ശേരി, പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിഭാഗം കമ്മിറ്റികളും രാജിക്കൊരുങ്ങി. MK രാഘവൻ MP ചെയർമാനായ മാടായി കോളേജിൽ CPM അനുഭാവിക്ക് നിയമനം നൽകുന്നതിന് എതിരെയാണ് പ്രതിഷേധം. കോൺഗ്രസ് ഓഫീസ് അഗ്നിക്കിരയാക്കുകയും തച്ചു തകർക്കുകയും ചെയ്ത CPIM-ന്റെ കിരാതമായ ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടത്. അതുകൊണ്ട് ഇതിനകത്തിപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന യോഗത്തിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനം, അത് ബ്ലോക്ക് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും ഇപ്പോൾ തന്നെ KPCC-യുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും അധ്യക്ഷന്മാരെ അറിയിക്കാനും അത് മെയിൽ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കാനുമുള്ള ഒരു തീരുമാനം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഒരു കാരണവശാലും ജോലിക്ക് വേണ്ടി ആരെയോ പിന്തുണയോടുകൂടി മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം അറിയിക്കുന്നത് ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് നിന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. 2 ലെറ്റർ ഹെഡിൽ ജോലിയുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അത് തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല. യഥാർത്ഥത്തിൽ അടുത്തിലയിലെ ബൂത്ത് പ്രസിഡന്റ് രാജീവൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എഴുതി കൊടുക്കേണ്ടി വന്നതാണ് എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതെനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് അദ്ദേഹം പാർട്ടി യോഗത്തിൽ സമ്മതിച്ചിട്ടുമുണ്ട്. രണ്ട് കാര്യം, പിന്നെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവര് 3-4 ആളുകൾ തീരുമാനിച്ചാൽ ഇതിനകത്തിരുന്ന് ഞാൻ ഇനിയും സംസാരിക്കാൻ തയ്യാറാണ്. ആരെയും കേൾക്കാണ്ട് പോകാൻ ഇഷ്ടമില്ല, എല്ലാവരെയും കേൾക്കും. പക്ഷേ 2 തീരുമാനങ്ങൾ ഇപ്പോൾ നമ്മൾ അടിയന്തരമായി എടുത്തിരിക്കുന്നത്. ഒന്ന്, ഈ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കാൻ ഇതിൻ്റെ ചെയർമാനോട് ആവശ്യപ്പെടും. അത് ഇന്ന് രാത്രിയോടുകൂടി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനുള്ള പരിപൂർണമായ ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും. ഞാനത് DCC അധ്യക്ഷനോട് സംസാരിച്ചിട്ടുണ്ട്. വരുന്ന വഴി സംസാരിച്ചിട്ടാണ്. ഇവിടെ എന്ത് തീരുമാനം വന്നാലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഏറ്റവും അടുത്ത മണിക്കൂറിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിൽ ചെയ്യപ്പെട്ട മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും സസ്പെൻഷൻ പിൻവലിക്കാൻ ഈ യോഗം ഏകകണ്ഠമായി ഇപ്പോൾ തന്നെ പറയുന്നതായിരിക്കും എന്നാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ വലിയ വിഭാഗീയതയുണ്ട് എന്ന് വരുന്ന തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോകരുത്. എല്ലാവരോടും ഞാൻ പറയുന്നു, നാളെ ഒരു 11 മണി വരെ എന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്യും. DCC അധ്യക്ഷനും KPCC അധ്യക്ഷനും ഇന്ന് രാത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. ഇവിടുത്തെ വികാരം, ഇവിടുത്തെ മിനിറ്റ്സ്, നിങ്ങളുടെ വികാരം എല്ലാം 2 പേരെയും ബോധ്യപ്പെടുത്തി നടപടിക്രമങ്ങളിലേക്ക് പോകും. അതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത തീരുമാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെ വികാരം തന്നെയാണ് ഇതിനകത്തിരുന്ന എല്ലാവരും. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതിനകത്തിരുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒറ്റക്കെട്ടാണ് ഈ 2 തീരുമാനം പ്രഖ്യാപിക്കുന്നതിനും ആ തീരുമാനം നടപ്പിലാക്കുന്നത് വരെ നമുക്ക് മുന്നോട്ട് പോകാം. ആ തീരുമാനം നടപ്പിലാക്കും. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം അത് സംരക്ഷിക്കപ്പെടും എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. മനോജ് മേൽച്ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, മാടായി കോളേജിൽ CPM അനുഭാവിക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് ഉൾപ്പെടെയുള്ളവർ രാജിക്കൊരുങ്ങുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, രജിത്ത് നാറാത്ത്, DCC ജനറൽ സെക്രട്ടറി ആയ രജിത്ത് നാറാത്ത് ഈ കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യം കേട്ടത്. ഈ മാടായി കോളേജിലെ നിയമന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. MK രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ കോളേജാണ് മാടായി കോളേജ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ നടക്കുന്നതിടെ എത്തിയ MK രാഘവൻ MP-യെ ഈ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. ശനിയാഴ്ച ഉച്ചക്ക് ആണ് ഈ സംഭവം നടന്നത്. ഈ വാർത്ത കണ്ണൂർ വിഷൻ പുറത്തുവിട്ടതോടുകൂടി ഇത് വലിയ വിവാദം
വിവാദമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. MP-യെ തടഞ്ഞ നേതാക്കളെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP ശശി, മണ്ഡലം ജനറൽ സെക്രട്ടറി വരുൺ കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KV സതീഷ് കുമാർ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇത് പ്രാദേശിക ഘടകങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഞായറാഴ്ച വൈകിട്ടാണ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ചേർന്നത്. ഇതിലാണ് DCCയുടെ പ്രതിനിധിയായി ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് പങ്കെടുക്കുകയും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തത്. നിയമന വിഷയം മണ്ഡലം കമ്മിറ്റിയിൽ വലിയ തോതിൽ ചർച്ചയായി. കടുത്ത വിമർശനമാണ് ഈ യോഗത്തിൽ MK രാഘവൻ MP-ക്കെതിരെ ഉയർന്നത്. ബന്ധുവിന് നിയമനം നൽകാനുള്ള ഗൂഢനീക്കം MP നടത്തിയെന്നും ഇതിന് പാർട്ടിയിലെ ചിലരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുമായിരുന്നു മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. CPM അനുഭാവിക്ക് ജോലി നൽകാൻ അയാൾ കോൺഗ്രസിൽ ചേർന്നതായി രേഖയുണ്ടാക്കി, ബ്ലോക്ക് പ്രസിഡന്റിനെ കൊണ്ട് കത്തുകൊടുപ്പിച്ചു തുടങ്ങിയ വിമർശനങ്ങളാണ് മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്നത്. ഉദ്യോഗാർത്ഥി കോൺഗ്രസിൽ ചേർന്നതായി കത്തുകൊടുത്തതിൽ ബ്ലോക്ക് പ്രസിഡന്റ് തെറ്റുപറ്റി എന്ന് ഏറ്റുപറഞ്ഞതായി രജിത് നാറാത്ത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഒപ്പം കോളേജിലെ നിയമനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനും നേതാക്കളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചതായും രജിത് നാറാത്ത് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകൾക്ക് മുന്നിലാണ് രജിത് നാറാത്ത് പരസ്യമായി ഈ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇന്ന് രാവിലെയോടെ, തിങ്കളാഴ്ച രാവിലെയോടെ ഈ നിയമന നടപടികളുമായി മുന്നോട്ട് പോകാൻ കോളേജ് ഭരണസമിതി, മാടായി കോളേജിന്റെ ഭരണസമിതി തീരുമാനിച്ചു എന്നുള്ള വിവരമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്നീട് കിട്ടുന്നത്. ഇക്കാര്യം പാർട്ടിയെ തന്നെ ഈ കോളേജ് ഭരണസമിതി അറിയിക്കുകയാണ് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടെയാണ് പരക്കെ രാജി ഭീഷണി ഉയർന്നത്. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്തും രാജിവെക്കാൻ DCC സന്നദ്ധത അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. താങ്കൾ രാജിവെച്ചോ എന്ന ചോദ്യത്തിന് ഒരു പറയാറായിട്ടില്ല എന്നുള്ള രീതിയിലാണ് രജിത് നാറാത്ത് നമ്മോട് പ്രതികരിച്ചത്. തീരുമാനം പിന്നീട് അറിയിക്കാമെന്നും രജിത് നാറാത്ത് കണ്ണൂർ ഷോട് പറയുകയുണ്ടായി. തന്നെ തടഞ്ഞവർക്കെതിരായ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നതിൽ കടുത്ത അമർഷം MK രാഘവൻ MP-ക്കും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം KPCC അടക്കം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന സൂചനകളും വരികയാണ്. കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ MK രാഘവൻ MP-യും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസിലേക്ക് വന്ന ആൾക്ക് ജോലി കൊടുത്തു എന്നാണ് MK രാഘവൻ പാർട്ടിയെ അറിയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം നടക്കുന്നു പാർട്ടിയിൽ. കല്യാശ്ശേരി, പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാരവാഹികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇവർ മിക്ക മണ്ഡലം കമ്മിറ്റികളും രാജി സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒന്നടങ്കം രാജിവെക്കും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റികൾ ഉയർത്തുന്നത്. ഈ പ്രശ്നത്തിൽ KPCC ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് DCCയുടെയും ഒരു നിലപാട്. MK രാഘവൻ MP ഉൾപ്പെട്ട പ്രശ്നമായതിനാൽ DCC തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് DCCയുടെ ഒരു നിലപാട്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിൽ കൂട്ടരാജി ഉണ്ടാകുമെന്ന കാര്യവും DCC KPCC അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പാർട്ടിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുകയാണ്. ഈ MK രാഘവൻ MP ചെയർമാനായ ഈ മാടായി കോളേജിലെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DYFI പ്രവർത്തകർക്ക് കോഴ വാങ്ങി നിയമനം നൽകുന്നു എന്ന പരസ്യമായ ആരോപണമാണ് ഈ മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി പാർട്ടിക്കുണ്ടാകും എന്നുള്ള നിലപാടിലേക്ക് DCCയും ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃഷ്ണേന്ദു.